ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മിസ് 9th ക്രിസ്മസ് എക്സാം സ്പെഷ്യലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷം നമ്മളുടെ 9th കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ കഴിഞ്ഞ വർഷം എന്തൊക്കെ വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ 1 to 6 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലാദ്യം തന്നിട്ടുള്ളത് ഇതൊരു സെൽ ഓർഗനല്ലേനെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എ, റൈറ്റ് ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ ഓർഗനല്ലേ. ഈ സെൽ ഓർഗനല്ലേ ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ സെൽ ഓർഗനല്ലയിൽ നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷന്റെ ഫേസ് ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തേതോ, ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ ഫോംഡ് ഇൻ ദിസ് ഫേസ്. അപ്പോൾ എത്ര ATP നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു എന്നും ഏത് ഫേസ് ആണ് എന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഹാഫ് മാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സെല്ലുലാർ റെസ്പിറേഷൻ 2 പാർട്ടായിട്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് ക്രബ് സൈക്കിളാണ് നടക്കുന്നത്. മൈറ്റോകോൺട്രിയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സെൽ ഓർഗനല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന സെല്ലുലാർ റെസ്പിറേഷൻ ഏതാണ്? ആ ഒരു ഫേസ് ക്രബ് സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ 1 വേർഡ് ആയതുകൊണ്ട് നമുക്ക് ക്രബ് സൈക്കിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ എത്ര ATP ഉണ്ടാവുന്നു? ദാറ്റ് ഈസ് 28 ATP. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. സ്പ്ലീൻ, ബോൺ മാരോ, പാൻക്രിയാസ്, തൈമസ് ഗ്ലാൻഡ്. ഈ 4 തന്നിട്ടുണ്ട്. അതിൽ ഒരാൾ ഒറ്റപ്പെട്ടതാണ്. അതിനെ കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളവയുടെ കോമൺ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മളോട് എന്ത് ചോദിക്കാം? ടേക്ക് ഓഡ് വണ്ണിനെ എഴുതണം, എന്നിട്ട് അതിൻ്റെ പ്രത്യേകത അത് എങ്ങനെ മറ്റുള്ളതിന് വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ 1 or 2 പ്രാവശ്യം വായിച്ചിട്ട് വേണം ആൻസർ ചെയ്താൽ. ഹറിബറി കൂട്ടരുത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാൻക്രിയാസ് ആണ് ഉത്തരം. അതേഴ്സ് ആർ ദ പാർട്ട് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ബാക്കി തന്നിട്ടുള്ളത്. പാൻക്രിയാസ് നമ്മുടെ ഡൈജഷൻ്റെ പാർട്ടല്ലേ. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരും പാൻക്രിയാസ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ആർ ഗിവൺ ബിലോ. അനലൈസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. അതായത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ഡ്യൂറിങ് ഡാർക്ക് ഫേസ് വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഡാർക്ക് ഫേസിലാണോ ലൈറ്റ് ഫേസിലാണോ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ദെൻ ഡ്യൂറിങ് ലൈറ്റ് ഫേസ് ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്. During dark phase, glucose is formed by combining hydrogen and carbon dioxide. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഫോം ചെയ്യുന്നുണ്ട് ഡാർക്ക് ഫേസിൽ എന്നുള്ളതാണ് തേർഡും. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തത് 1 ഈസ് കറക്റ്റ്, 2 and 3 ഇൻകറക്റ്റ്. B 1 ഇൻകറക്റ്റ്, 2 and 3 കറക്റ്റ്. C 1 and 2 ഇൻകറക്റ്റ്, 3 കറക്റ്റ്. 1, 2, 3 കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? സർട്ടൻ ഹിൻസ് റിലേറ്റഡ് ടു ബോൺ ഡിസീസ് ഇസ് ഗിവൻ ബിലോ. ഐഡന്റിഫൈ ദിസ് ഡിസീസ്. നമ്മളുടെ ബോൺ ഡിസീസ് തന്നിട്ടുണ്ട്. ഹിൻസ് 2 പോയിന്റ്സ്. ഈ പോയിന്റ്സ് വായിച്ചു നോക്കിയിട്ട് ഏത് ബോൺ ഡിസീസ് ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. 2 ബോൺ ഡിസീസും 2 മസിൽ ഡിസീസസും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് ബോൺ ഡിറ്ററേറ്റ്സ് ആസ് ദേ ബിക്കം പോറസ്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം and vitamin D leads to this diseases. പോറസ്, ബോൺ പോറസ് ആവുന്നു. അപ്പം നമ്മുടെ ലൈറ്റ് കത്തണം. ബോൺ പോറസ് ആവുന്നത് ഏത് ഡിസീസാ? ഓക്കെ, ഓസ്റ്റിയോപോറോസിസ്. യെസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് ആൻസർ ബൈ അനലൈസിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൻ ബിലോ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡൈല്യൂട്ട് ലൈം വാട്ടർ ടേൺസ് മിൽക്കി വെൻ എക്സ്ഹേൽഡ് എയർ ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. Reason: the concentration of CO2 is higher in exhaled air. Okay, ഏത് ഗ്യാസ് പാസ് ചെയ്യുമ്പോഴാണ് ലൈം വാട്ടർ ടേൺസ് മിൽക്കി?
ഇതിപ്പോൾ ബയോളജിയിൽ ചോദിക്കേണ്ടതല്ലല്ലോ എന്നാണോ, പക്ഷേ ഇത് നമ്മുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ. ഇത് joints and their characteristics are given as incorrect pairs. Choose the correct arrangement from given options. അപ്പോൾ ഫസ്റ്റത്തെ എന്താണ്? ടേൺസ് അറൗണ്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിൽ ഇങ്ങനെ കറങ്ങുന്നത് ഏത് ജോയിൻ്റ് ആണ്? മൂവ്മെൻറ്റ് ഇൻ 1 direction, മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ജോയിൻസിൻ്റെ ഓപ്ഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒരു അച്ചുതണ്ടിൽ അല്ലെങ്കിൽ ഒരു ആക്സിസിൽ കറങ്ങുന്നത്, ഇപ്പോൾ ഭൂമി അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്ന പോലെ കറങ്ങുന്നത് ആരാ? നമ്മുടെ കഴുത്തല്ലേ. നമ്മളുടെ വെർട്ടിബ്രൽ കോളത്തിലെ ഫസ്റ്റ് വെർട്ടിബ്രായിട്ടുള്ള അറ്റ്ലസ് ആക്സിസും അറ്റ്ലസും ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ആ ആക്സിസിൽ ഇങ്ങനെ വെച്ചിട്ട് കറങ്ങുന്ന പോലെയാണ് നമ്മളുടെ സ്കള് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു കഴുത്തിൽ കാണുന്ന ജോയിൻറ്റിനെയാണ് നമ്മൾ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ടേൺസ് അറൗണ്ട് ആൻ ആക്സിസ്. ഇനി മൂവ്മെൻറ്റ് ഇൻ 1 direction, ഹിഞ്ച് ജോയിൻറ്റ്. മലയാളത്തിൽ വിജാപുരി സന്ധി എന്ന് പറയും. അതെന്താ? വാതിലിങ്ങനെ അടക്കുക തുറക്കുക, 1 പ്ലെയിനിലല്ലേ അത് നടക്കുന്നത്, 1 directionൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റാണ് നമ്മളുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ കാണുന്ന ഹിഞ്ച് ജോയിൻറ്റ്. ദെൻ മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ. ഒരു ബോള് അതിൻ്റെ സോക്കറ്റിൽ കിടന്ന് കറങ്ങുമ്പോൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെയുള്ള ഒരു മൂവ്മെൻ്റാണ് ഹിപ്പിലും നമ്മളുടെ ഷോൾഡറിലും. ഇറ്റ്സ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഓക്കെ, ഗോളാന്തര സന്ധി എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ഗ്രേറ്റ്. ദെൻ 3rd one, ബി. അതായത് ഫസ്റ്റ് തന്നിട്ടുള്ളത് ഇൻകറക്റ്റാണ്, ബാക്കി 2ഉം കറക്റ്റാണ്. അപ്പോൾ അതിനെ യോജിച്ചിട്ട് വരുന്നത് ബി ആണ്. ദെൻ 4th ക്വസ്റ്റ്യൻ ഓസ്റ്റിയോപോറോസിസ്. 5th ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. 6 എ ആണ്. അതിൽ എ കോളത്തിൽ വരുന്ന 3, ബി 1, സി 2. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് 6 ക്വസ്റ്റ്യൻസ് എഴുതാനാട്ടോ. ഇപ്പോൾ ഫസ്റ്റ് 1 word ക്വസ്റ്റ്യൻസ് ആണ്. 6 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം എഴുതാൻ. ഇവിടെ 6 ക്വസ്റ്റ്യൻ എഴുതാൻ. ഓക്കെ, ദെൻ 7 ക്വസ്റ്റ്യൻ തന്നിട്ട് 7 എന്താണ്? റെസ്പിറേറ്ററി സർഫസും ഓർഗാനിസവും. ഈ ബോക്സ് ഒന്ന് എടുത്തിട്ട് അതിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 7th ക്വസ്റ്റ്യൻസിൽ ഓർഗാനിസവും അതിൻ്റെ റെസ്പിറേറ്ററി സർഫേസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ എന്താണ്? ലങ്സ് ആണ് നമ്മളുടെ റെസ്പിറേറ്ററി സർഫേസ്. അമീബക്ക് സെൽ മെംബ്രെയിൻ ആണ്. എർത്ത് വർമിന് സ്കിന്നാണ്. ഫിഷിന് ഗില്ലാണ്. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മളുടെ റെസ്പിറേഷൻ ചാപ്റ്ററിൽ. ഓരോ ഓർഗാനിസത്തിൻ്റെയും ആ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ദെൻ 8ാമത്തേത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് 2 സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ പിക്ചർ ഏതാണ്? ഏത് ചാപ്റ്ററിന്? ബിഹൈൻഡ് മൂവ്മെൻറ്റ്സിലെ മസിൽ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. മൂവ്മെൻറ്റ് ഇൻ ഹാൻഡ്. ഓക്കെ, ഫ്ലക്സർ മസിൽ ഉണ്ട്. ഫസ്റ്റ് തന്നിട്ടുള്ളത് ഫ്ലക്സർ മസിൽ, ദെൻ എക്സ്റ്റൻസർ മസിൽ, ഒരു എക്സും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോൾഡ് ചെയ്യുമ്പോഴും സ്ട്രെച്ച് ചെയ്യുമ്പോഴും ഫ്ലക്സർ മസിലിന് എന്ത് പറ്റുന്നു, എക്സ്റ്റൻസർ മസിലിന് എന്ത് പറ്റുന്നു എന്നൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദ പാർട്ട് ലേബിൾഡ് എക്സ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇവിടെ തന്നിട്ടുള്ള എക്സ് ആരാന്നാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതണം. ദെൻ explain the changes happen to the muscle shown in the illustration when hand is stretched. നിവർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോൾഡ് ചെയ്യുക, മടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്ലക്സർ മസിലിന് മലയാളത്തിൽ നമ്മൾ മടക്കൽ പേശി എന്നും എക്സ്റ്റൻസർ മസിലിന് നമ്മൾ നിവർത്തൽ പേശി എന്നും കേട്ടോ പറയാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റത്തത് ആ തന്നിട്ടുള്ള പോർഷൻ ഏതാണ്? എക്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഈസ് ടെൻഡൻ. ടെൻഡൻ എന്താ ചെയ്യുന്നത്? മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴും കൺട്രാക്ട് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഫ്ലക്സർ മസിൽ റിലാക്സ് ചെയ്യും, എക്സ്റ്റൻസർ മസിൽ കൺട്രാക്ട് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സർ മസിൽ റിലാക്സ് ചെയ്യും, എക്സ്റ്റൻസർ മസിൽ കൺട്രാക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ പകരമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം?
ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സർ മസിൽ കൺട്രാക്ട് ചെയ്യും, എക്സ്റ്റൻസർ മസിൽ റിലാക്സ് ചെയ്യും. ഫോൾഡിൽ ഫ്ലക്സർ കൺട്രാക്ട്, FFC, അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഒരു കോഡ്. പിന്നെ ബാക്കിയെല്ലാം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. ഗ്ലൂക്കോസ് പോസിറ്റീവാണ് യൂറിനിൽ. ഗ്ലൂക്കോസ് പോസിറ്റീവ് ആയാൽ എന്ത് വരും? ഡയബറ്റിസ് വരും. പസ്സെല്ല് പോസിറ്റീവാണ്. പസ്സെല്ല് പോസിറ്റീവ് ആയാലും എന്താ വരിക? ഓക്കെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTI. ബിലിറൂബിൻ പോസിറ്റീവാണ്, ജോണ്ടിസ്. ആൽബുമിൻ നെഗറ്റീവാണ്. ഇനി അപ്പോൾ ആൽബുമിൻ ഉണ്ടെങ്കിൽ അത് കിഡ്നി ഡിസീസസ് ആയിരിക്കും. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്, യെസ്, സോ ദർ ഇസ് എ ചാൻസ് ഓഫ് കിഡ്നി സ്റ്റോൺസ്. ഓക്കെ, അതാണ് പോസിബിൾ ആയിട്ടുള്ള ഡിസീസസുകൾ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഗ്ലൂക്കോസ് പോസിറ്റീവ്, ഡയബറ്റിസ് അങ്ങനെ എഴുതണം. ഓക്കെ, ദെൻ rewrite the statement if there are any mistakes in the underline part. ഈ അണ്ടർലൈൻ ചെയ്ത 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സെൻറ്റൻസിലെ അണ്ടർലൈൻ ചെയ്തെടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് combined with hemoglobin and transported as carboxyhemoglobin. O2 combines with hemoglobin to form oxyhemoglobin. 23% carbon dioxide combines with water in the RBC to form bicarbonate. In the alveolus, the concentration of oxygen is high and the concentration of carbon dioxide is low during inhalation. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എണ്ണത്തിനാണ് പ്രശ്നമുള്ളത്. ഒന്നാമത്തതും മൂന്നാമത്തതും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. 11th question, explain the benefits of exercise. Exercise is very important. അപ്പോൾ ഓരോ ഭാഗത്തിനും, മസിലിന്, ബോൺസിന്, ഹാർട്ടിന്, ലങ്സിനൊക്കെ എക്സസൈസ് ഓരോ ഗുണമാണ് കൊടുക്കുന്നത്. അത് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹാർട്ടും ബ്ലഡ് വെസലും ലങ്സും ഇവരുടെ ബെനഫിറ്റ്സ് ഓഫ് എക്സസൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ ഗ്ലൂക്കോസ് ആണ് നമ്മളുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ഡയബറ്റിസ് ആവും. ഗ്ലൂക്കോസ് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് പേഷ്യൻറ്റ് ഇസ് ഡയബറ്റിക്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസീസ് ഇസ് ഡയബറ്റിസ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പസ്സെല്ലായിരിക്കും പോസിറ്റീവ് ആവുക നമ്മളുടെ ബ്ലഡിൽ. ജോണ്ടിസ് ആണെങ്കിൽ ബിലിറൂബിൻ ആയിരിക്കും പോസിറ്റീവ്. കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് പോസിറ്റീവാണ്. ഓക്കെ, ഇവിടെ ആൽബുമിനൊക്കെ നെഗറ്റീവാണ്. ആൽബുമിൻ ആണ് ഇനി പ്രസൻറ്റ് എന്നുള്ളത് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യനിന് ആൽബുമിൻ പോസിറ്റീവ് എന്നുള്ള ടൈപ്പാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അവിടെ കിഡ്നി ഡിസീസസുകളാണ് ഉണ്ടാവാനുള്ള ചാൻസ് എന്നാണ്. ഓക്കെ, ദെൻ 10th question, CO2 combined with hemoglobin and transport as carbaminohemoglobin. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റിലാണ് കറക്ഷൻ ഉള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാവുന്നത്, നോട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിൻ ആണ് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, നിങ്ങൾ ആ പേര് മറന്നു പോകരുത്, മാറിപ്പോവരുത്. ഓക്കെ, ദെൻ 70% of carbon dioxide combined with water in RBC to form bicarbonate. ഓക്കെ, അതിൽ 70% ആണ് നമുക്കിവിടെ ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ബട്ട് 70% ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആ പോർഷനാണ് നമുക്ക് കറക്ഷൻ വരുത്തേണ്ടത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലെ 70% വാട്ടർ RBCയിൽ ഉള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ബൈകാർബണേറ്റ് ആയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ നടക്കുന്നത്. വി ഓൾറെഡി നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, 11th question എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽ. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും എന്താണ് ഗുണം? ദ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട് മസിൽ ഇൻക്രീസസ്, ബ്ലഡ് വെസൽ എക്സ്പാൻഡ് ആൻഡ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്. ഇതെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ടിനും ബ്ലഡ് വെസൽസിനും കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ ലങ്സിൻ്റെ കേസിലാവുമ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും, ഗേഷ്യസ് എക്സ്ചേഞ്ച് മോർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ 12th question, write the correct statement from the following. Stomata remain closed in daytime and opens at night. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ്.
During daytime, photosynthesis and respiration takes place simultaneously in mesophyll cells. Carbon dioxide is formed as a result of respiration is utilized for photosynthesis. During night, when stomata is closed, exchange of respiratory gases takes place through osmosis. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അതിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ദെൻ കാർട്ടിലേജിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാർട്ടിലേജിൻ്റെ ഫീച്ചേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം ബോൺസ്. ബോൺസിൽ നിന്നും കാർട്ടിലേജിൻ്റെ ഫീച്ചേഴ്സിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഓക്കെ, 12th question എന്താ? During the day, photosynthesis and respiration takes place simultaneously in the mesophyll cell. Carbon dioxide formed as a result of respiration is utilized for photosynthesis. അപ്പോൾ ഇത് രണ്ടുമാണ് ഓക്കെ ആയിട്ടുള്ളത്. ദെൻ 13th questionല് കാർട്ടിലേജ്. കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജ് ഇസ് എ സോഫ്റ്റ് ആൻഡ് മോർ ഫ്ലെക്സിബിൾ ദാൻ ബോൺസ്. ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ ആബ്സെന്റ് ഇൻ കാർട്ടിലേജ്. ഇതാണ് കാർട്ടിലേജിൻ്റെ. നെക്സ്റ്റ് ആൻസർ എനി 5 questions ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 14 to 20. 6 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്. ഓക്കെ, അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു എഗെയിൻ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. ഇലസ്ട്രേഷൻ ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് ഗിവൻ, അനലൈസ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ എ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ പാർട്സ് എ, ബി, സി ആൻഡ് ഡി. അപ്പോൾ എ എന്താണ്? ഗ്രാന. B is stroma lamellae, C is stroma, D is thylakoid. Okay, again ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഫോട്ടോസിന്തസിസിൻ്റെ സ്റ്റെപ്പുകളിൽ പറ്റിയിട്ട് ചോദിച്ചു, ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനെയും ചോദിച്ചു. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 പ്രോഡക്റ്റ് ഫോംഡ് ഇൻ എ. എ എന്താണ്? ഗ്രാന. ഗ്രാനയിൽ വെച്ചിട്ട് നടക്കണ അവിടെ നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പ്രോഡക്ട്സ്. അപ്പോൾ ഗ്രാനയിൽ വെച്ചിട്ട് ലൈറ്റ് ഫേസ് ആണോ ഡാർക്ക് ഫേസ് ആണോ നടക്കുന്നത്, അത് ആലോചിക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ, 15th ക്വസ്റ്റ്യൻ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി. അതായത് ഒരു ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. അത് എ, ബി, സി, ഡി, ഇ, എഫ് 6 പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹ്യൂമൻ സ്കെലട്ടൺ ആണ്, ആക്സൽ സ്കെലട്ടൺ, അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. അപ്പോൾ എ നമ്മൾ അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ എഴുതണം. പിന്നെ ആക്സൽ സ്കെലട്ടണിൽ സ്കള്ള്, സ്റ്റേർണം, ബ്രെബ്സ്, വെർട്ടിബ്രൽ കോളം. അപ്പോൾ ബി, സി, ഡി ആ ഒരു 3 പേര് എഴുതാം. ദെൻ പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, ഹാൻഡ്സ്, ലെഗ്സ്, അല്ലെങ്കിൽ 4 ലിംബ്സ്, ഹിൻഡ് ലിംബ്സ്, അങ്ങനെ നമുക്ക് എഴുതാം. 4 ലിംബ്സ് എഴുതിയാലും കറക്റ്റാണ് ഹാൻഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഈ 1 വേർഡ് എല്ലാത്തിനും അരമാർക്ക്. എക്ക് അരമാർക്ക്, ബിക്ക് അരമാർക്ക്, അങ്ങനെ 6 എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ 16th ക്വസ്റ്റ്യൻ എന്താണ്? ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് പ്രിപ്പയർ ഷോർട്ട് നോട്ട് ഓൺ ഹെൽത്ത് ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ഹെൽത്ത്, അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിസീസസ് ഓഫ് ഹാർട്ടും ഹാബിറ്റ്സ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി ഹാർട്ടുമാണ്. ഓക്കെ, ഹാർട്ടിൻ്റെ ഡിസീസസുകളാണ്. ഹാർട്ടിൻ്റെ ഡിസീസസിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതറോസ്ക്ലെറോസിസ്, കൊറോണറി ത്രോംബോസിസ്, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഹാർട്ടിൻ്റെ ഡിസീസും നമ്മൾ ഹാർട്ടിൻ്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ഇതിനെ കുറിച്ചിട്ടാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഡിസീസസ് ഓഫ് ഹാർട്ടിനൊരു 1.5 മാർക്കും, ഹാബിറ്റ്സ് ടു മെയിൻറ്റെയിൻ ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു 1.5 മാർക്കും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 1-2 ഡിസീസസുകളെ കുറിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ ഫാറ്റി ഫുഡ്സ് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ കോസ് ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ഏട്രിയൽ വാൾ, ദാറ്റ് ഈസ് കോൾഡ് അതറോസ്ക്ലെറോസിസ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ആർട്ടീരിയൽ വോളിൽ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അതറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതറോസ്ക്ലെറോസിസ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ബ്ലഡ് ഈസ് ക്ലോട്ടഡ് ഇൻ കൊറോണറി ആർട്ടറി ലീഡിങ് ടു ദ കണ്ടീഷൻ കൊറോണറി ത്രോംബോസിസ്. കൊറോണറി ത്രോംബോസിസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലേ കൊറോണറി ത്രോംബോസിസ്. അപ്പോൾ അതെന്ത് ചെയ്യും? ബ്ലഡ് വെസൽസ് ബ്ലോക്കേജ് ഉണ്ടാവും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. ഇതെല്ലാം ഒന്നിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാനും സുഖം. ഓക്കെ, ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ് വേണം, ബാഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് ആൽക്കഹോള്, സ്മോക്കിങ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം, ഡ്രഗ്സ്. പിന്നെ മെൻ്റൽ സ്ട്രെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യണം, ഒബേസിറ്റി കുറക്കണം,
BMI എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ തന്നെ നമുക്ക് അറിയുന്നതാ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, ബൈ ഹാർട്ട് ചെയ്യേണ്ട സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റല്ലേ? 17th ക്വസ്റ്റ്യൻ എഗെയിൻ ABCD ഈ മൂന്നെണ്ണം എഴുതാനാണ്. അതിൽ ബോഡി മൂവ്മെൻറ്റ്സും അതിൻ്റെ എക്സാമ്പിൾസും, അതായത് നമ്മളുടെ ബോഡിയിലുള്ള ഹ്യൂമൻ ബോഡിയിലെ മൂവ്മെൻറ്റ്സും അതിൻ്റെ എക്സാമ്പിൾസുമാണ്. അപ്പോൾ സ്പേംസിൻ്റെ മൂവ്മെൻറ്റ് ഈസ് ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സ്പേമിൻ്റെ ബോഡി മൂവ്മെൻറ്റിൻ്റെ പേരാണ് ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്. ഓക്കെ, സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് നടത്തുന്നത് നമ്മളുടെ ബ്ലഡ് സെൽസാണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസൊക്കെ ഫാഗോസൈറ്റോസിസ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അമീബയിലാണ് അല്ലാതെ നമ്മളത് പഠിച്ചിട്ടുള്ളത്. അമീബയിൽ സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് അമീബ മൂവ് ചെയ്യുന്നത്. നമ്മളുടെ ഹ്യൂമൻ ബോഡിയാണ് കേട്ടോ ഇതിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ മൂവ്മെൻറ്റ് പറയുന്നത്. പിന്നെ സീലിയറി മൂവ്മെൻറ്റ്, ഓവിഡക്റ്റിൽ ഓവിഡക്റ്റിലൂടെ പാസ് ചെയ്യുന്നത് ഇസ് ബൈ ഹെൽപ്പ് ഓഫ് സീലിയ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സീലിയറി മൂവ്മെൻറ്റ് എന്ന് പറയും. മസിൽ മൂവ്മെൻറ്റ് പിന്നെന്താ, നമുക്കറിയുന്ന കൺട്രാക്ഷൻ റിലാക്സേഷൻ ഓഫ് മസിൽസ്. നമ്മളുടെ ഓട്ടം ചാട്ടം പോലെയുള്ള എല്ലാ മൂവ്മെൻറ്റ്സിനും നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സ് അതാണല്ലോ. കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പരിപാടി. കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സിന് നമ്മൾ മസിൽസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. A ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്, B മൂവ്മെൻറ്റ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽ, C സീലിയറി മൂവ്മെൻറ്റ്, D കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ് ഹെൽപ്സ് ഇൻ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ എന്താണ് നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നെയിം ദ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഷോൺ ഇൻ ഇല്ലസ്ട്രേഷൻ. ഇതെന്താണ്? ഡയാലിസിസ് ആണ്. യെസ്. വാട്ട് ഈസ് ദ നെസസറി ഓഫ് ആഡിങ് heparin to blood in this process? Third question, if the fluid is not removed from the part labeled as X, how will it affect this process? നമ്മളോട് ഡയറക്റ്റ് എക്സ് എന്താണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. എക്സ് നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡാണ്. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഇനി ആ തന്നിട്ടുള്ളത് ഹീമോ ഡയാലിസിസ് ആണ് 18th ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ എന്തിനാ ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ബ്ലഡ് ഫ്രം ക്ലോട്ടിങ് വൈൽ ഇറ്റ് ഈസ് ബീയിങ് പ്രോസസ്ഡ് ബൈ ദി ഡയാലിസിസ് മെഷീൻ. അപ്പോൾ ഡയാലിസിസ് മെഷീനിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ടിങ് നമുക്ക് പ്രിവെന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇഫ് ദ ഫ്ലൂയിഡ് കോൺസെൻട്രേഷൻ ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ്, നമ്മൾ ഫ്ലൂയിഡ് ആ ഒരു ഫ്രീക്വൻറ്റ് ടൈമിൽ നമ്മൾ മാറ്റണം ഡയാലിസിസ് ഫ്ലൂയിഡ്. അത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇറ്റ് ക്യാൻ ലീഡ് ടു ഫ്ലൂയിഡ് ഓവർലോഡ്, ഇൻഎഫക്റ്റീവ് വേസ്റ്റ് റിമൂവൽ, ഇലക്ട്രോളിസിസ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഇതിനൊക്കെ കാരണം. ഓക്കെ, ദെൻ 19th ക്വസ്റ്റ്യൻ അഗെയിൻ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് 3 ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ഓരോന്ന് എടുത്തിട്ട് നമ്മളുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഓർഗാനിസം, മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, എക്സ്ക്രീറ്ററി ഓർഗൻ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇൻസെക്ട്സ്, യൂറിക് ആസിഡ്, മാൽപീജിയൻ ട്യൂബാണ്. എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് യൂറിക് ആസിഡ് ആണ്, ഓർഗൻ മാൽപീജിയൻ ട്യൂബുകളാണ്. ദെൻ അമീബ, അമോണിയയാണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്, കൺട്രാക്ടൈൽ വാക്യൂളാണ്. ഫ്രോഗിൻ്റെ യൂറിയാണ് പ്രോഡക്റ്റ്, ഓർഗൻ എസ് കിഡ്നി. ഓക്കെ, അപ്പം നമ്മളിത് എഴുതണം, നമുക്ക് മാറിപ്പോകരുത്. ഇപ്പോൾ ഇവിടെ നെഫ്രീഡിയ തന്നിട്ടുണ്ട്. നെഫ്രീഡിയ എർത്ത് വേമിൻ്റെയാണ്, ഇവിടെ എർത്ത് വേം തന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് മാറിപ്പോവാതെ നോക്കണം. ദെൻ എഗെയിൻ ഒരു ഇല്ലസ്ട്രേഷനാണ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്ന് എന്തോരം ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടല്ലേ ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ബോൺസ്, മസിൽസ്, ആ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിൽ ഹൈഡ്രോസ്കെലറ്റനും ഉണ്ട്, പിന്നെ ഏതാ നമുക്കുള്ളത്? എക്സോസ്കെലറ്റനും ഉണ്ട്, എൻഡോസ്കെലറ്റനും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുള്ളത് നോക്കുക. എക്സോസ്കെലറ്റൻ ഫോംഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കൈറ്റിൻ, അതാണല്ലോ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എക്സോസ്കെലറ്റൻ ആണ് എ എന്നുള്ളത്. കാരണം നമുക്ക് സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിൽ നമ്മൾ ഹൈഡ്രോസ്കെലറ്റനും എൻഡോസ്കെലറ്റനും എക്സോസ്കെലറ്റനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എൻഡോ ആയിക്കൂടാ? അപ്പോൾ നമുക്ക് എൻഡോ ആണോ എക്സോ ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാറാനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താ തന്നിട്ടുള്ളത്? എക്സോസ്കെലറ്റൻ ഫോംഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് കൈറ്റിൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എക്സോസ്കെലറ്റൻ. പിന്നെ ഹൈഡ്രോസ്കെലറ്റൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ഫ്ലൂയിഡ് ഫില്ല് ചേമ്പേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ബോഡി. യെസ്, ഹൈഡ്രോസ്കെലറ്റൻ പേര് പോലെ തന്നെ ഫ്ലൂയിഡ് ഫില്ല് ചേമ്പർ ഉണ്ട്. ആ ചേമ്പറാണ് അതിന് ഷേപ്പ് കൊടുക്കുന്നതും അതിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതും. അതുതന്നെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ എക്സാമ്പിൾ ഹൈഡ്ര, സ്നെയിൽ.
രണ്ട് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഹൈഡ്രോസ്കെലറ്റൻ്റെ എക്സാമ്പിൾസ്, ഇ എഫ് എക്സോസ്കെലറ്റൻ്റെ എക്സാമ്പിൾ. അങ്ങനെ അത് കറക്റ്റായിട്ട് എഴുതണം. നിങ്ങളിങ്ങനെ ഫ്ലോ ചാർട്ട് വരക്കണമെന്നൊന്നുമില്ല, എ ബി സി അങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇവിടെ 4th മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി. അവിടെ എങ്ങനെയാണ് 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഇതാ എഗെയിൻ മസിൽസിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഐഡൻറ്റിഫൈ നെയിം എ ബി. മസിലിൻ്റെ ചിത്രം തന്നിട്ട് അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. ഇനി സ്മൂത്ത് മസിലിനെ തന്നിട്ട് അതിനെ വരക്കാനുണ്ട്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് മസിൽ നെയിംഡ് ആസ് സി. ബി ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമുക്ക് വരക്കാനും അറിയണം, വരച്ചത് കണ്ടാൽ ഏതാണെന്നും അറിയണം. ഓക്കെ, സോ ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ടെക്സ്റ്റ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർഫുൾ ടെക്സ്റ്റ് അല്ലേ നമ്മളുടെ, കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ആ കളർഫുള്ളിൻ്റെ കൂടെ തന്നെ ആ ഡയഗ്രാംസ് ഒക്കെ നമുക്കറിയണം. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ഒരു വട്ടം നമ്മളത് വരച്ച് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാകും. നമ്മൾ വിചാരിക്കും ഓക്കെ ആണ്, കുഴപ്പമില്ലാന്ന്, പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ എത്തിയിട്ട് നമ്മൾ ആ എഴുതുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ച് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ടൈം ഉണ്ടല്ലോ. ഇന്ന് ആണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മളുടെ ബയോളജിക്കൊരു ലക്ക് കിട്ടിയിട്ടുണ്ട്. ബയോളജി പേപ്പർ എന്ന് വെച്ചാൽ ആ ഒരു വീക്ക് കഴിഞ്ഞ് ശനി ഞായറും കഴിഞ്ഞിട്ടാണ് ബയോളജി വരുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം നമുക്ക് പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ട്. ദെൻ മിസ് ടൈം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ പഠിക്കാതെ മാറ്റി വെക്കണം എന്നല്ല കേട്ടോ. ബട്ട് വെൻ കമ്പയർ ടു അതർ സബ്ജക്ട്സ് നമുക്ക് സമയമുണ്ട്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഒരു ദിവസം വരുന്നവരൊക്കെ ഇല്ലേ, അപ്പോഴൊക്കെ എന്തോരം ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും നമുക്കില്ല എന്നുള്ളതാണ് മിസ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ 3rd ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ദെയർ ഷേപ്പ് ആൻഡ് കൺട്രോൾ അക്കോർഡിംഗ് ടു വൺസ് വെൽ. അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസൃതമായിട്ട് എങ്ങനെയാണ് ഈ എയും ബിയും മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ എന്ന് എഴുതണം, പിന്നെ അതിൻ്റെ ഷേപ്പ് എഴുതണം. ഓക്കെ, സ്കെൽറ്റൽ മസിൽസും കാർഡിയാക് മസിലും, എ സ്കെൽറ്റൽ മസിൽ, ബി കാർഡിയാക് മസിൽ, സി സ്മൂത്ത് മസിലാണ്. അപ്പോൾ സ്മൂത്ത് മസിലിൻ്റെ പിക്ചർ നമുക്ക് വരക്കണം. ആ ഒരു സ്പിൻഡിൽ ഷേപ്പ്, പിന്നെ ബ്രാഞ്ചസ് ഇല്ല, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അതിൽ കാണിക്കേണ്ടത്. ദെൻ സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡാണ്. സി ക്വസ്റ്റ്യൻ സ്കെലറ്റൽ മസിൽസിനെ കുറിച്ചിട്ടാണ്. സ്കെലറ്റൽ മസിൽ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, വോളണ്ടറി ആണ്. ഓക്കെ, നമ്മളുടെ കൺട്രോളിൽ വരുന്നതാണ് സ്കെലറ്റൽ മസിൽ. കാർഡിയാക് മസിൽ ആകുമ്പോൾ ഇറ്റ്സ് എ ബ്രാഞ്ചഡ് വൺ, ഇൻവോളണ്ടറി ആണ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. അങ്ങനെ എഴുതി നമുക്ക് 4 മാർക്ക് കിട്ടും. എഗെയിൻ ഒരു ഇല്ലസ്ട്രേഷനാണ്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 4 മാർക്കിന് 8 എണ്ണം ആൻസർ ചെയ്യണം. അര മാർക്ക് വെച്ചിട്ട്. അപ്പോൾ വെന്റിലേഷൻ്റെ 2 ആൾക്കാരാണ്, 2 പാർട്ടായിട്ട് നമുക്ക് തിരിച്ചാൽ, ഒന്ന് ഇൻസ്പിറേഷനും ഒന്ന് എക്സ്പിറേഷനും. ഇവിടെ എഗെയിൻ ഇൻസ്പിറേഷൻ എന്താ എക്സ്പിറേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ബോക്സ് നോക്കണം. ഏത് ബോക്സ്? ഈ ബോക്സ് നോക്കണം കേട്ടോ. ഈ 2 ബോക്സും എയർ മൂവ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ലങ്സിലോട്ട് പോകുന്നത് ഇൻസ്പിറേഷൻ, ലങ്സ് നിന്ന് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് എക്സ്പിറേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഇൻസ്പിറേഷൻ ആകുമ്പോൾ ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഡയഗ്രത്തിന് എന്ത് സംഭവിക്കുന്നു? ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു, ഇൻ്റർകോസ്റ്റൽ മസിൽസും കൺട്രാക്ട് ചെയ്യുന്നു, റിബ്സ് അതുവഴി റൈസ് ചെയ്യുന്നു. ഓക്കെ, 2 പേരും ഇങ്ങനെ സങ്കോചിക്കും, കൺട്രാക്ട് ചെയ്യും, അപ്പോൾ റിബ്സ് വലുതാവും. അപ്പോൾ കൂടുതൽ എയർ നമ്മുടെ ലങ്സിൽ കയറും, ആൽവിയോളസ് ഒക്കെ ഒന്ന് വിരിഞ്ഞ് നിൽക്കും, ബലൂണ് പോലെയല്ലേ, അവരിങ്ങനെ ഒന്ന് വീർക്കും, അവരുടെ എയർ ഫില്ല് ചെയ്യും. ഓക്കെ, എക്സ്പിറേഷൻ്റെ സമയത്തോ എയർ ലങ്സിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലോട്ട് പോവല്ലേ, ആ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളുടെ ഡയഫ്രം റിട്ടേൺ ടു ഒറിജിനൽ കണ്ടീഷൻ. ഇൻ്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസാണ്. അപ്പോൾ ഡയഫ്രം റിട്ടേൺ ടു ഒറിജിനൽ കണ്ടീഷൻ, intercostal muscles also return to original condition and ribs lower ചെയ്യും. ഇൻസ്പിറേഷൻ്റെ സമയത്ത് റൈസ് ചെയ്ത റിബ്സ് എക്സ്പിറേഷൻ്റെ സമയത്ത് ലോവർ ആവും. ഓക്കെ,
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ആണ്. അപ്പോൾ നമുക്ക് കിഡ്നീൻ്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്, എന്നിട്ട് അതിനെ റീഡ്രോ ചെയ്യാനാണ്. ഓക്കെ, സോ ടു റീഡ്രോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റീഡ്രോ ചെയ്യണം. ഓക്കെ, റീഡ്രോ ചെയ്ത ശേഷം അവിടെ റീഡ്രോ ചെയ്യുന്നതിന് ഒരു മാർക്കാണ്. റീഡ്രോ ചെയ്തിട്ട് ആ ഡയഗ്രത്തിൽ നമ്മൾ എന്തൊക്കെ ലേബൽ ചെയ്യണം? ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു കിഡ്നി. കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാരാണ്? ആർട്ടറിയാണ്, റീനൽ ആർട്ടറി. ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം റീനൽ എന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ റീനൽ ആർട്ടറിയാണ് കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്ന ആൾ. അപ്പോൾ അത് ലേബൽ ചെയ്യണം. ബ്ലഡ് എവേ ഫ്രം കിഡ്നി, കിഡ്നിയിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ആൾ റീനൽ വെയിൻ, അതിനെ മാർക്ക് ചെയ്യണം. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഡയഗ്രത്തിലെ സി പോർഷൻ്റെ ഫങ്ഷൻ എന്താണെന്നും എഴുതണം. ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കിഡ്നി. ഇതിൽ റീനൽ ആർട്ടറിയും റീനൽ വെയിനും തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് റീഡ്രോ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റീഡ്രോ ചെയ്യുമ്പോൾ ഇത് കളർഫുൾ ആയതുകൊണ്ടാണ് നമുക്ക് ആർട്ടറിയും വെയിനും ഒക്കെ ബ്ലൂവിലും റെഡിലും ഒക്കെ കാണാൻ പറ്റുന്നത്. നമുക്ക് പറ്റില്ലെങ്കിലും ഏകദേശം നമ്മളത് റീഡ്രോ ചെയ്ത് കൊടുക്കണം. പിന്നെ സി നമുക്ക് തന്നിട്ടുള്ളത് യൂറീറ്ററാണ്. ഓക്കെ, അതിൻ്റെ ധർമ്മം എന്താണ്? ഫങ്ഷൻ, പാർട്ട് ദാറ്റ് ക്യാരി യൂറിൻ ടു യൂറിനറി ബ്ലാഡർ. അപ്പോൾ നമ്മളുടെ നെഫ്രോൺസ് എന്നൊക്കെ നമ്മൾ വലിച്ചെടുത്തിട്ടുള്ള യൂറിനെ യൂറിനറി ബ്ലാഡറിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ് യൂറീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു.